നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായിരുന്നു. കോട്ടയത്തെ ദേവലോകത്തെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമൊക്കെ അദ്ദേഹം സന്ദർശിച്ച വാർത്ത നമ്മൾ കേട്ടു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി പത്തനംതിട്ടയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പുതിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. വിവാദങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത മാധ്യമങ്ങൾ, വിവാദങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ബുദ്ധിജീവികളൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ ജെനുവിനായി വി ഡി സതീശൻ പറഞ്ഞ ഒരു പ്രസംഗമാണ് ഇപ്പോൾ പുലിവാലായി മാറുന്നതും വിവാദമായി മാറുന്നതും. വി ഡി സതീശൻ സ്ത്രീ വിരുദ്ധനാണ്, സമത്വത്തിന് എതിരാണ് എന്ന് പറഞ്ഞ് ഇടത് ബുദ്ധിജീവികൾ സടകുടഞ്ഞ് ചാടിയെണീറ്റിരിക്കുന്നു. വിവാദമായ അപ്രസംഗം കേൾക്കുക. എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹം കരകയറിയത് ആ കൂട്ടായ്മയിൽ നിന്ന് കൂടിയാണ്. ആ കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് കലയും സാഹിത്യവും ഉണ്ടാകുന്നത്. ആ കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്ന മഹനീയമായ ദൗത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്യുന്നത്. അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും എല്ലാം അവർ സംസാരിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കും. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ, കലകൾ, നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യ കലകൾ അതെല്ലാം നിലനിർത്തേണ്ടതാണ്. എല്ലാം പരമ്പരാഗതമായ എല്ലാം നിലനിർത്തേണ്ടതാണ്. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർക്ക് അവർ പ്രത്യേകമായ ഡിഷ് ഉണ്ടാക്കും, പ്രത്യേകമായ ഭക്ഷണം അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവരത് പകർന്നു കൊടുക്കുന്നില്ല. ആ മക്കളെ കൊണ്ട് കൂടിയോ അല്ലെങ്കിൽ മകന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരാൾക്കെങ്കിലും ആ ഒരു ഭക്ഷണത്തിന്റെ പ്രത്യേകത പകർന്നു കൊടുക്കാൻ കഴിയണം. അതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ ആ ഒരു കൾച്ചറൽ ലെഗസി, നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം അത് നിലനിർത്തുക. അത് നിലനിർത്താൻ ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. നമ്മൾ നമ്മുടെ പിന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ തലമുറകളും വളർന്നു വന്നത് അങ്ങനെയാണ്. നമ്മുടെ എല്ലാം കഴിഞ്ഞുപോയ തലമുറകൾക്ക് അവകാശപ്പെട്ടത് ഈ തലമുറകൾക്ക് നിഷേധിക്കാൻ നമ്മൾ പാടില്ല. എന്താണ് സതീശൻ പറയാൻ ശ്രമിക്കുന്നത്? നമ്മുടെ പാരമ്പര്യമായ അറിവുകൾ, അത് കലയിലായിക്കോട്ടെ, സാഹിത്യത്തിലായിക്കോട്ടെ, പാചകത്തിലായിക്കോട്ടെ, നമ്മുടെ പാരമ്പര്യമായ അറിവുകൾ അത് തലമുറകളിലേക്ക് കൈമാറണം. ഇല്ലെങ്കിൽ അത് ഒരിടത്ത് വെച്ച് നിലച്ചു പോകും. അത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ കലകളും നമ്മുടെ സാഹിത്യവും നമ്മുടെ പാരമ്പര്യവും നിലനിൽക്കൂ. അതിന് ഉദാഹരണമായി സതീശൻ പറയുന്നു, നമ്മുടെ അമ്മമാർക്ക് അവർക്ക് മാത്രം അറിയാവുന്ന പല ഭക്ഷണ രീതികളുമുണ്ട്. അത് അവരുടെ മക്കളിലേക്ക്, മരുമക്കളിലേക്ക് കൈമാറുന്നില്ലെങ്കിൽ അത് നിലച്ചു പോകും. എപ്പോഴും നാവിൽ വെള്ളം വരുന്ന രുചിയോടുകൂടി ഞാൻ ഓർക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ അമ്മ ഉണക്കമീൻ, അത് തുണ്ടം മീനോ തെരണ്ട് മീനോ എന്തുമാവട്ടെ, ഈ ഉണക്കമീൻ അത് നന്നായി വറുത്തിട്ട് അത് വത്തലമുളകിലൊക്കെ ഇട്ട് അല്പം എണ്ണയൊഴിച്ച് അമ്മ ചെറിയ ചാറെന്ന് പറയാൻ പറ്റില്ല, ഒരല്പം ഇതോടുകൂടി തരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കുറച്ചേ കിട്ടൂ, ഒരു കഷ്ണമൊക്കെ കിട്ടൂ, എത്ര കഴിച്ചാലും മടുക്കില്ല. ഇന്ന് അമ്മയ്ക്ക് പ്രായമായി, അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പോലും ഓർമ്മയില്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ പലരോടും പറഞ്ഞൊന്നും ഉണ്ടാക്കി തരാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഓരോ അമ്മമാർക്കും അവരുടെ രീതിയിൽ വളരെ രുചികരമായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അവർ അവരുടേതായ രീതിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയാണ് ഇതുണ്ടാക്കിയെടുത്തത്. അത് അവരുടെ മക്കളിലേക്കും മരുമക്കളിലേക്കും കൈമാറ്റം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിലച്ചു പോകും. ഇത് വളരെ കൃത്യമായി പറഞ്ഞതാണ്. എല്ലായിടത്തും ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കാന്താരി പടപ്പൻ എന്ന് പേരുള്ള ഒരു കപ്പയുണ്ടായിരുന്നു, മരച്ചീനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെന്ത് വരുമ്പോൾ തന്നെ അത് ചെണ്ടമുറിയൻ, നമ്മളത് കൊത്തിവേയിക്കൊന്നും വേണ്ട, ചെണ്ടമുറിയൻ പുഴുങ്ങെന്ന് പറയും. അതായത് പച്ചക്കപ്പ പൊളിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വേവിച്ചെടുക്കുന്ന വണ്ണം കുറഞ്ഞ നല്ല മഞ്ഞ നിറമുള്ള ഒരു കപ്പയാണ്. അതങ്ങോട്ട് വെന്ത് വിണ്ടു കീറുമ്പോൾ തന്നെ അതിനൊരു മണമാണ്. അധികമൊന്നും ഉണ്ടാവില്ല. വളരെ വണ്ണം കുറഞ്ഞ അതീവ രുചികരമായ കപ്പ അത് ഒരിടത്തും കിട്ടാൻ. ഞാനിപ്പോൾ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. പലയിടത്തും കാന്താരി പടപ്പൻ തപ്പി പലയിടത്തും പോയി. പലരും ഇതാ കാന്താരി പടപ്പനൊക്കെ തന്നു, പക്ഷെ അത് കാന്താരി പടപ്പനല്ല, അത് അന്യം നിന്ന് പോയി. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കപ്പകളിൽ നിന്നാണ് ഈ കാന്താരി പടപ്പിന് മിച്ചർ എന്ന് പറഞ്ഞ 2 കപ്പയും. ഈ മിച്ചർ എന്ന് പറഞ്ഞ കപ്പ എവിടെ പോയി അറിയില്ല, കാന്താരി പടപ്പിന് ഇവിടെ പോയി അറിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കും. ഞങ്ങളുടെ പറമ്പിൽ വലിയ കശുവണ്ടിയുള്ള ഒരു കപ്പിലുമാവ് ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു പിന്നീട് എപ്പോഴോ. ആ വലിയ കശുവണ്ടിയിൽ കപ്പിലുമാവ് കിട്ടാനില്ല, വലിയ കശുവണ്ടി. അതൊക്കെ ഞങ്ങൾ തപ്പിപ്പിറക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ മിഠായൊക്കെ മേടിച്ച് കഴിച്ചിരുന്നത്. ഇതാണ് സതീശൻ പറഞ്ഞത്. അതായത് നമ്മുടെ പാരമ്പര്യമായ അറിവുകൾ അത് നമ്മുടേത് മാത്രമാണ്. നമ്മൾ ഈ സൗകര്യങ്ങൾ ഉണ്ടാവുമ്പോൾ, ടെക്നോളജി വളരുമ്പോൾ നമ്മളിത് വിട്ടുപോകരുതേ. അതുകൊണ്ട് പറയുന്നു, മക്കൾക്കും മകന്റെ ഭാര്യയ്ക്കും എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടാവുകയാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാവാം. മകൾക്കും മരുമകൾക്കും എന്ന് പറഞ്ഞിട്ടില്ല, മക്കൾക്കും മരുമകൾക്കും എന്ന് പറഞ്ഞ് എന്തിനാണ് ഇവർ വിവാദം ഉണ്ടാക്കുന്നത്? ഉടൻ തന്നെ
ശിവൻകുട്ടി ചാടിയിറങ്ങി. ശിവൻകുട്ടി ഇങ്ങനെ കുറിപ്പിട്ടു: വീട്ടുജോലികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യണം എന്ന മാറ്റം നമ്മൾ പാഠപുസ്തകങ്ങൾ വരുത്തി. എന്നിട്ടും ഇത് പറഞ്ഞു കേട്ടാൽ ഓർക്കും വി ശിവൻകുട്ടിയാണ് വീട്ടിലെ മുഴുവൻ പണിയും ചെയ്യുന്നത്. ശിവൻകുട്ടിക്ക് തന്നെ നടക്കാൻ പോലും പറ്റില്ല, ആരെങ്കിലും കൂടെ ഒന്ന് സഹായിക്കണം. ശിവൻകുട്ടിയുടെ കൈ വിറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ശിവൻകുട്ടി ആരെ കണ്ടാലും തോളെ കൈവച്ച സംസാരിക്കുന്നത്. ശിവൻകുട്ടി ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ എത്ര നേരം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയൂ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒന്നുകിൽ ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി ദേവിയോ അല്ലെങ്കിൽ വീട്ടുജോലിക്കാരിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ശിവൻകുട്ടി അല്ല. ശിവൻകുട്ടിക്ക് അതിന് സമയവും ഇല്ല. അത് പറയുമ്പോൾ ഭയങ്കര വാചകമാണ്, പക്ഷേ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഭാര്യയും മരുമക്കളും ഒക്കെയാണ്. അത് ജീവിതത്തിൽ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാണ്. എന്നിട്ട് പറയുമ്പോഴോ വലിയ സമത്വവാദിയാണ്, ചാടിയിറങ്ങും. അല്ലെങ്കിൽ ശിവൻകുട്ടി പറയൂ, എത്ര നേരം ശിവൻകുട്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും? എനിക്കറിയാം, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറില്ല. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. എവിടെ ആണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള വീടുകളിലെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മമാരോ ഭാര്യമാരോ സഹായിക്കുന്നവരുണ്ട്, സഹായിക്കണം. അത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതായത് സ്ത്രീകൾ മാത്രം ഭക്ഷണം ഉണ്ടാക്കണമെന്നല്ല, അവരതിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്കാണ് അതിന് കൂടുതൽ വിരുദുള്ളത്. കൂടുതൽ വിരുദുള്ളവരല്ലേ ചെയ്യേണ്ടത്. അവരെ നമ്മൾ സഹായിക്കണം. അവരെ നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. ഇങ്ങോട്ട് കൊണ്ടുപോവാ, എവിടെയാണെന്ന് ചോദിക്കുന്ന പഴയ ഒരു കാരണവന്മാരുടെ രീതിയുണ്ട്. സമയത്ത് ഭക്ഷണം കിട്ടി ചീത്ത വിളിക്കുന്ന, തല്ലുന്ന, അതൊക്കെ തെറ്റാണ്. അവരെ അടുക്കളയിൽ നമ്മൾ സഹായിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അവർ ഭക്ഷണം ഉണ്ടാക്കൽ നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെ എന്തിനാണ് കുറ്റം പറഞ്ഞത്? അങ്ങനെയാണല്ലോ യാഥാർത്ഥ്യം. എന്തിനാണ് യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുന്നത്? അറിയപ്പെടുന്ന ഫെമിനിസ്റ്റ് ശാരദക്കുട്ടി, ഭാരതിക്കുട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിണറായിയുടെ പുണ്യപ്രവൃത്തിയെക്കുറിച്ച് വാചാലയായി ഒരിക്കൽ കൂടി പിണറായി അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിനുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചൊക്കെ സങ്കടപ്പെട്ട ആളാണ്. പാവത്തിന്റെ ആഗ്രഹം സാധിച്ചില്ല, പക്ഷെ ഫെമിനിസ്റ്റാണ്. ഫെമിനിസ്റ്റ് എന്ന നിലയിൽ അവർ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം അടുക്കളപ്പണി ചെയ്യേണ്ടത് അങ്ങളല്ല, ആണുങ്ങളാണെന്ന് ഫെമിനിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് പറയാം. ശിവൻകുട്ടി പറഞ്ഞതിലെ ഇരട്ടത്താപ്പുള്ളൂ. ശാരദക്കുട്ടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ചുമ്മാതല്ല, ജന്തർ മന്ദിലെ സമരപ്പന്തലിലെ പെൺകുട്ടികളുടെ സമരവും വീര്യവും കണ്ട് വാ പൂട്ടി മുഖം കൊടുക്കാതെ ഇരുന്നത്. ഇവിടം വരെ വണ്ടി എത്തിയിട്ടുള്ളൂ. പാരമ്പര്യം പകർന്നു കൊടുക്കാനൊക്കെ ഇക്കാലത്ത് അമ്മമാർ പോലും ധൈര്യപ്പെടാത്തിടത്താണ്. അമ്മു ദീപയുടെ ഒരു കവിത ഞാനങ്ങ് സമർപ്പിക്കുന്നു. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, ബുദ്ധി ഒന്ന് നന്നായി കഴുകി ഉണക്കിയെടുക്കണം. എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു അമ്മിക്കല്ലുണ്ടായിരുന്നു. അമ്മയുടെ അമ്മയുടെ അമ്മ അത് അമ്മമ്മയ്ക്ക് കൊടുത്തു, അമ്മമ്മ അത് അമ്മയ്ക്ക് കൊടുത്തു, അമ്മ അത് എനിക്ക് തന്നു, ഞാനതിന് മകളുടെ തലക്കിട്ടു, ഞങ്ങളുടെ താവഴി അന്യം നിന്ന് പോയത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫെമിനിസം പറയുന്നതിൽ തെറ്റില്ല. ശാരദക്കുട്ടിയുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ വീടുകളിൽ സ്ത്രീകൾ തന്നെയാണ് പാചകത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രസവിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, പുരുഷന്മാർ പ്രസവിക്കട്ടെ എന്ന് ശാഠ്യം പിടിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ളൂ. എന്ന് വെച്ചാൽ സ്ത്രീകൾ മാത്രം പാചകം ചെയ്യണമെന്ന് വാശിയൊന്നുമില്ല. സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കണം. അവർക്കാണ് അതിന് കരവിരുത് കൂടുതലുള്ളത്. പുരുഷന്മാർ സഹായിക്കാണ് വേണ്ടത്. പുരുഷന്മാർക്ക് കൂടുതൽ നേതൃത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്തരം ഫെമിനിസ്റ്റുകൾ എക്കാലത്തും എല്ലായിടത്തുമുണ്ട്. അവർ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. സതീശൻ പറഞ്ഞത് സത്യമാണ്. അമ്മമാർ അവരുടെ കരവിരുത്, പാചകവിരുത് അവരുടെ മക്കൾക്കും മരുമക്കൾക്കും പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുത്ത് അത് നിലനിർത്തുക തന്നെ വേണം.